വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 162. അങ്ങനെ ഫൈനലി ഓപ്പോയുടെ റെനോ 16 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ അടുത്ത ദിവസം എന്തായാലും വരുന്നതായിരിക്കും. റെനോ 16Cൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫോണാണ്, നല്ല ക്യാമറ ആണ്, നല്ല ഡിസൈനാണ്, നല്ല പ്രീമിയം ഡിസൈനൊക്കെയാണ് വരുന്നത്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, നല്ല ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പെർഫോമൻസ് ഡീസൻ്റ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ പ്രൈസിങ് ആണ് 62,000 എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഉണ്ടോയെന്നൊക്കെ നമ്മൾ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു 3D ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു യൂണീക്കായിട്ടുള്ള ഡിസൈൻ ആട്ടോ. അപ്പം ഡിസൈൻ ആസ്പെക്റ്റ് അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ഡിസൈൻ അല്ല, ക്യാമറ റെനോ ആണല്ലോ, ക്യാമറ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ മോഡൽ തന്നെ ക്യാമറ അടിപൊളിയായിരുന്നു ഉണ്ടായത്. പിന്നീട് BSNLൻ്റെ 1,34,166 രൂപയുടെ പുതിയൊരു സാറ്റലൈറ്റ് ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഫോണാണ്, സാധാരണ ഫോണല്ല. കാണാനൊക്കെ ആ ഒരു ഫീച്ചർ ഫോണിൻ്റെ തന്നെ ആ ഒരു ഡിസൈനൊക്കെയാണ് വരുന്നത് കേട്ടോ. അല്ലാതെ 1.25 ലക്ഷം രൂപയുടെ ടച്ച് ഫോൺ കാര്യങ്ങളൊന്നുമല്ല. ഇത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ റേഞ്ച് വേണം എന്നുള്ള പരിപാടിക്ക് മാത്രം യൂസ് ചെയ്യേണ്ട ഫോണാണ്. അതായത് ഡിഫൻസിന് യൂസ് ചെയ്യാം, പിന്നെ മൈനിങ് ചെയ്യുന്ന സമയത്ത്, പിന്നെ അഡ്വഞ്ചറായിട്ട് എവിടേക്കോ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. കാരണം എവിടെ പോയാലും ഫോൺ വിളിക്കാൻ വേണ്ടി പറ്റും. ഏത് കുണ്ട് പോയാലും, അതാണ് മൈനിങ് എന്നൊക്കെ പറഞ്ഞ്, എവിടെ പോയാലും ഇതിൻ്റെ അകത്ത് റേഞ്ച് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രൈസ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഡിഫൻസിനൊക്കെ ഇതെന്തായാലും യൂസ് ചെയ്യാനായിരിക്കും ഇത് മെയിനായിട്ടൊക്കെ ഇറക്കിയത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനത്തെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്, അല്ലാതെ ഒരു സാധാരണ ഒരാൾ വാങ്ങേണ്ട ഒരു ഫോണല്ല. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു ഫോണിന് പ്രൈസ് ഒക്കെ വരുന്നത്. പിന്നെ മോട്ടോറോള എഡ്ജ് 70 മാക്സ് എന്ന മോഡൽ ഈ വരുന്ന 15-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആണ് ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. അറൗണ്ട് 3 million മുകളിൽ ആൻഡ് സ്കോർ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 2K റെസൊല്യൂഷൻ വരുന്ന 144 Hzൻ്റെ അടിപൊളിയായിട്ട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നത്. 7200 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഡിസൈൻ ആണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ സംഭവം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമൊക്കെ അങ്ങ് വരുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഒറ്റ നോട്ടത്തിൽ മോട്ടോറോള ഫോൺ എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്രൈസ് സ്നാപ്ഡ്രാഗൻ്റെ ഇത്രയും ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം പറയുന്ന പോലെ നല്ല ഫോൺ ഇറങ്ങുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ. മോട്ടോറോളയുടെ ഒരു നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു മോഡലായിരിക്കും കേട്ടോ. എന്തായാലും ഉള്ളതിൽ വെച്ച് നല്ലൊരു പ്രൈസിങ് ആയിരിക്കും എന്ന് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ റേഞ്ചിൽ ഒരു നല്ലൊരു ഫോണായിരിക്കും. 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതിയാണ് വിവോയുടെ T5 Lite എന്ന ഒരു പുതിയ മോഡൽ ഫോൺ കൂടെ വരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഡിസൈൻ കാണുന്ന എന്തായാലും കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പുതിയ ഡിസൈൻ എന്തായാലും കൊള്ളാം. ഒരു മിനിമലായ ഡിസൈനാണ്, പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു 15,000 രൂപയ്ക്ക് താഴെ വരുന്നൊരു മോഡലാണ്. Dimensity 6300 ചിപ്സെറ്റാണ് വരുന്നത്. 6500 mAh ബാറ്ററി, 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ബോക്സിനകത്ത് വരുന്നതായിരിക്കും. HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ, 50MP ഡ്യുവൽ റിയർ ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാട്ടോ. ഇതിൻ്റെ തന്നെ iQയുടെ Z11 Lite എന്ന മോഡലും 16-ാം തീയതി അല്ല, 16-ാം തീയതി കഴിഞ്ഞിട്ട് 24-ാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇത് ആമസോണിലും മറ്റേത് ഫ്ലിപ്കാർട്ടിലാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിസൈൻ കാണുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ കളേഴ്സ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അല്ലാത്ത രീതിയിൽ രണ്ട് ഫോണും ഒരുപോലെയാണ്, ഇരട്ടകൾ പോലെ തന്നെയാണ് വരുന്നത്. അതെപ്പോഴും ഒരുപോലെ തന്നെയാണ് വരാറുള്ളത്. ആദ്യ സമയത്തൊക്കെ തന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ വ്യത്യാസം വരാറുണ്ട്. ഇപ്പം വന്ന് ഡിസൈൻ അടക്കം സെയിം ലെവൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ പ്രൈസിങ്ങിലും ചെറിയൊരു 500 രൂപയുടെ ഒക്കെ വ്യത്യാസം വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ 15-ാം തീയതി റിയൽമിയുടെ 100X എന്ന പുതിയൊരു ഫോൺ കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. 8000 mAh ബാറ്ററിയും, Dimensity 6300 ചിപ്സെറ്റ്, HD ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാട്ടോ. ഇതിൻ്റെ തന്നെ ആമസോൺ വേർഷൻ ആയിട്ടുള്ള റിയൽമിയുടെ നാസോ C100X എന്ന മോഡൽ 16-ാം തീയതി ആമസോണിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ഫോണും റീബ്രാൻഡഡ് എന്നല്ല, അതിൻ്റെ വേറൊരു മോഡൽ കൂടെ റീബ്രാൻഡഡ് തന്നെ. അത് നാസോ സീരീസ് തന്നെയാണ്, അത് വേറെ സീരീസാണ്. മറ്റേത് iQ വിവോ എന്നുള്ള വ്യത്യാസം. രണ്ടും സെയിം ആണ്, രണ്ടും എക്സാക്ട് പ്രൈസിങ്ങിലായിരിക്കും. ചിലപ്പം ഫ്ലിപ്കാർട്ടിലത്തെ മോഡലിലായിരിക്കും പ്രൈസ് കുറവായിട്ട് വരുന്നത്. ആമസോണിലത്തെ ഫോണിന് പൈസ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും ഡിസൈൻ വൈസിലും ചെറിയൊരു വ്യത്യാസമൊക്കെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഫോൺ ഇറങ്ങിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഷുവറായിട്ടും വരുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ C Fold 8 ഇപ്രാവശ്യം ഗ്രീസ്ലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആട്ടോ വരുന്നത്. ഗ്രീസ് ഇല്ല. സാധാരണ ഈ ഒരു ഫോണൊക്കെ ഗ്രീസ് എന്ന് പറഞ്ഞ സംഭവമാണ് എപ്പോഴും എല്ലാവരും ഒരു ഇതാക്കി കളയുന്ന ഗ്രീസാണ്. പക്ഷെ ഇപ്രാവശ്യം ഗ്രീസ് ഇല്ലാതെ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാട്ടോ, ഒരു രക്ഷ ഉണ്ടാകത്തില്ല. അപ്പം 22-ാം തീയതിയാണ് സാംസങ്ങിൻ്റെ അൺപാക്ഡ് ഇവൻ്റ് ഒക്കെ വരുന്നത്. അന്നാണ് ഇതിൻ്റെ വൈഡർ ആയിട്ടുള്ള ഡിസ്പ്ലേയുള്ള ഫോൺ. അതിനകത്ത് ഗ്രീസ് ഉണ്ടാവാനും ചാൻസ് ഇല്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഗ്രീസ് ഇല്ലാതെ അതിനകത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും 22-ാം തീയതി അറിയാൻ വേണ്ടി പറ്റും.
പിന്നീട് വീണ്ടും പ്രൈസ് ഹൈക്ക് ഇതൊരു സീരീസ് ആയിട്ട് തന്നെ മാറ്റേണ്ടി വരും. കാരണം എല്ലാ ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വൺ+ന്റെ കുറച്ചധികം ഫോൺസിന് വീണ്ടും നല്ല ഫോൺസിനൊക്കെ തന്നെ വീണ്ടും പൈസ കൂട്ടിയിട്ടുണ്ട്. വൺ+ന്റെ 15R ആദ്യം 45,000 രൂപ റേഞ്ചിലായിട്ട് ഇറങ്ങിയ പിന്നെ അതിന് വില കൂട്ടി പോയി. ഇപ്പം പുതിയ പ്രൈസ് ആണെങ്കിലുണ്ടല്ലോ 60,000 രൂപയാണ് പുതിയ പ്രൈസ് ആയിട്ട് വരുന്നത്. 45,000 രൂപക്ക് ഇറങ്ങിയിട്ട് ഇപ്പം അതിന് 60,000 രൂപ, 15,000 രൂപയുടെ പ്രൈസ് ഹൈക്കാട്ടോ. അപ്പം പണ്ടൊക്കെ ഈ ഒരു ഫോൺ പണ്ട് നല്ല ഇറങ്ങിയ സമയത്തൊക്കെ വാങ്ങിച്ചവർ ഇപ്പം വിൽക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പം നല്ല പൈസ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നീട് വൺ+ന്റെ നോഡ് 6 40,000 രൂപക്കാണ് ഈ ഒരു ഫോൺ ഇറങ്ങിയത്. പിന്നെ 41, 42, 43 വന്നിട്ടുണ്ടായിരുന്നു. പുതിയ പ്രൈസ് ആണെങ്കിൽ 45,000 രൂപയാണ് പുതിയ പ്രൈസ് ആയിട്ട് വരുന്നത്. പിന്നെ വൺ+ന്റെ നോഡ് C6 30,000 രൂപക്കാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ പതിയെ വില കൂട്ടി ഇപ്പം 36,000 രൂപയാണ് അതിൻ്റെ പുതിയ പ്രൈസ് ആയിട്ട് വരുന്നത്. സോ നല്ല രീതിയിൽ പൈസ കൂട്ടിയിട്ടുണ്ട്. പിന്നെ പോക്കോയുടെ M8 20,000 രൂപക്ക് നല്ല ഫോൺ തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഉള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ M8 നല്ലൊരു മോഡലാണ്. M1 ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് 20,000 രൂപ റേഞ്ചിൽ. അതിനും നൈസായിട്ട് 22,000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. നല്ല കാര്യം. പിന്നീട് പോക്കോയുടെ തന്നെ X8 Pro അതിനും വില കൂടി 35,000 രൂപയായിരുന്നു ഉണ്ടായത്. പുതിയ പ്രൈസ് ആണെങ്കിൽ 37,000 രൂപയാണ്. പിന്നെ X8 Pro Max ആണെങ്കിൽ 45,000 രൂപയായിരുന്നു ഉണ്ടായത്. പുതിയ പ്രൈസ് ആണെങ്കിൽ 47,000 രൂപയാട്ടോ. അത്യാവശ്യം ഒരു നൈസായിട്ടുള്ള വില കൂട്ടലാണ്. ഈ വൺ+ ഫോൺസ് നല്ലോണം വിലയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വില കൂടുതലാണ് കൂട്ടിയത്. അത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഫോണിൻ്റെ പ്രൈസ് ഹൈക്ക് ഏതാണെന്നുള്ളത് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. കാരണം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഞാനിത് വെറുതെ പറയുന്നതല്ല. അപ്പം അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്. ബൈ.